ഒന്നിനും കാര്യമല്ല. നിസ്കാരമില്ലാതെയായി പോകും, നോമ്പ് ഇല്ലാതെയായി പോകും, സ്വതക്ക ഇല്ലാതെയായി പോകും, ഒന്നും ഇല്ലാതെയായി പോകുമെന്ന് നമുക്ക് അവിടുന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്നുള്ളത് കൂടുതൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല. അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് 5 വക്ത് കൃത്യം നിസ്കരിച്ചാലും, കൃത്യമായിട്ട് ഒരു ദിവസം ഇടവിടാതെ ഒരു ജുസു ഖുർആൻ ഓതിയാലും, സ്വതക്ക കൊടുത്താലും, അതുപോലെ ദിക്റുകൾ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാലും, നമ്മുടെ കൂട്ടത്തിലോ നമ്മുടെ കുടുംബത്തിലോ അതല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് ഒരിക്കലും പറയാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്കുള്ള ഒരു ഗുണം അല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഒരു പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ ഏറ്റവും വലിയ ഗുണം തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ കൂടുതൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്കുള്ള ഒരു ഗുണമല്ല. കാരണം നമ്മൾ 5 വക്ത് കൃത്യം നിസ്കരിച്ചു, രാവിലെ പെട്ടെന്ന് 4 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് തഹജ്ജുദ് ഒരു 20-30 റക്അത്ത് നിന്ന് നിസ്കരിച്ചു. പക്ഷേ നമ്മുടെ ഇബാദത്ത് എപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റൂല. അതാണ് നമുക്ക് ചില മഹാന്മാർ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. വലിയ വലിയ ഗ്രന്ഥങ്ങളായ അൽ ബിദായത്തുൻ നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാന്മാരോ അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര വട്ടം ദുആ ചെയ്തുമെന്ന് വെച്ചാൽ ഒറ്റ ഒരു വിഷയത്തിന് വേണ്ടി പലതവണ ദുആ ചെയ്തു, പക്ഷേ അള്ളാഹു അതിന് സാധിപ്പിച്ചു കൊടുത്തു. എന്താണ് അവർ ദുആ ചെയ്തത്? പക്ഷേ അല്ലാഹു അത് സ്വീകരിച്ചു കൊടുത്തു. അതുപോലെ നമുക്ക് ഒരു ഹറാമില്ലാതെ, ഒരു ദോഷവുമില്ലാതെ, ഒരു കുറ്റവുമില്ലാതെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളെ, ണം ആ മഹാന്മാർ കാണിച്ചു തന്നതായ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, മഹാന്മാർ അവർ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആഖിറത്ത് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പരാജിതരിൽ പെടുമെന്ന് മഹാന്മാരെ അവരുടെ അനുസരിച്ചില്ലെങ്കിൽ നമുക്കുള്ള കേട് അതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, മഖബതഹു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം ആണ് എന്ന് ഞാൻ കേട്ടതിൻ്റെ ശേഷം ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് വലിയ പണ്ഡിതനായ ഹദീസ് ഗ്രന്ഥം രചിച്ച ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. അവർ എന്താണോ പഠിപ്പിച്ചത്, അവർ എന്താണോ നമുക്ക് ചെയ്തു കാണിച്ചത് അത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ആഗ്രഹം, ഏറ്റവും വലിയ നമുക്ക് തൗഫീഖ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുമാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടതിൻ്റെ ശേഷം ഞാൻ ഇതുവരെ എൻ്റെ കണ്ണുകൊണ്ട് ഒരു ഹറാം കണ്ടിട്ടില്ല എന്ന് ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ 4ാം ഖലീഫ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനും കൂടിയായ അലിയാർ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരും.
തരുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എപ്പോഴാണ് കണ്ടത്, അതിൻ്റെ ശേഷം എൻ്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ല എന്ന് അലിയാർ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഞാൻ ഭൂലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ മുസാഫത്ത് ചെയ്തതിൻ്റെ ശേഷം, കൈ ചുംബനം ചെയ്തതിൻ്റെ ശേഷം ഇതുവരെ എൻ്റെ കൈ കൊണ്ട് ഒരു ഹറാമും ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ സ്വന്തം ഗുഹ്യ സ്ഥാനം വരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്പർശിച്ചിട്ടില്ല എന്ന് നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്ന മൂന്നാം ഖലീഫയായ ഖുർആൻ ക്രോഡീകരിച്ച വലിയ നേതാവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അതനുസരിച്ച് ജീവിക്കണം. അവർ എന്താണോ ചെയ്തു തന്നത്, അവർ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആഖിറത്ത് രക്ഷപ്പെടാൻ സാധിക്കും. അതുമാത്രമല്ല, മഹാനായ മുഹമ്മദ് ബിൻ സീനീൻ റളിയല്ലാഹു അൻഹു ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്ന് ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണുന്ന സമയത്ത്, മഹാന്മാരെ ജീവിതത്തിൽ ഒരു അന്യ സ്ത്രീയും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും ഒരു അന്യ സ്ത്രീ വന്നിട്ടില്ല എന്നതാണ് മഹാന്മാരുടെ ജീവിതം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊരു ശുദ്ധിയാണ്, എന്തൊരു ത്വാഹിറായ കൽബാണ് നമുക്ക് മുമ്പിൽ നമുക്ക് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത്. പാപഭംഗിലമായ ഈ കലുഷിതമായ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, ആഖിറം രക്ഷപ്പെടേണ്ട ഒന്നാമത്തെ കാര്യമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉളു എടുത്താൽ നമ്മൾ തെറ്റ് ചെയ്താൽ പൊറുക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉളു ചെയ്താൽ തെറ്റുകുറ്റങ്ങൾ മാറുമെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉളുവിന്റെ ശേഷം നിസ്കരിച്ചാൽ തെറ്റ് ഇല്ലാതെയാകാൻ കാരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ നിസ്കാരത്തിന്റെ ശേഷം 33 വട്ട സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റ് പൊറുക്കാനുള്ള കാരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ തെറ്റിനെ തൊട്ട് കാക്കാൻ നമ്മൾ ഒരാളും പഠിച്ചിട്ടില്ല. ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കണം, എത്ര തെറ്റിനെ പൊറുക്കാനുള്ള എത്ര കാര്യങ്ങളും ചെയ്താൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതുപോലെ ആ യറ എന്നുള്ള ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടങ്ങളിൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ കാണുമെന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അവിടെ നിന്ന് പറയുകയാണ്, തഖ്വ എത്ര വർദ്ധിച്ചാലും, അമൽ എത്ര ഉണ്ടാക്കിയാലും, എത്ര നിസ്കരിച്ചാലും, സുന്നത്ത് നോമ്പ് നോക്കിയാലും, എത്ര സുന്നത്ത് കാര്യങ്ങൾ ചെയ്താലും, പക്ഷേ നരകത്തിൽ എത്രയോ ആളുകൾ നരകത്തേക്ക് പോകാനുള്ള ഒരു കാരണമാണ് കസറത്തുൽ മആസി, തെറ്റ് കൂടുതൽ ചെയ്യുന്ന ആള് ഉണ്ടായത് കൊണ്ടാണ് നരകത്തേക്ക് പോകാൻ കാരണമെന്ന് അവിടെ നിന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിൻ്റെ അടുക്ക് ഒന്നാമത്തെ നമ്മൾ ആഖിറം രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യമാണ് അനിൽ മആസി, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളത്. മുഅ്മിനീങ്ങളെ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആഖിറം രക്ഷപ്പെടാനുള്ള 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. തെറ്റില്ലാത്ത ജീവിതം നമ്മുടെ മക്കളിൽ നിന്ന് ഉണ്ടായാൽ നമുക്ക് ആഖിറം രക്ഷപ്പെടാൻ കാരണമാകൂ എന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആഖിറം രക്ഷപ്പെടാനുള്ള അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യമാണ് ദുനിയാവ് കുറച്ച് മതി എന്ന് നമ്മൾ ചിന്തിക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതല്ലേ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ എങ്ങനെ ജീവിക്കുക എന്നല്ല അതിൻ്റെ അടിത്തരം. നമുക്ക് ദുനിയാവിൻ്റെ ആഗ്രഹം കുറച്ച് ഉണ്ടാകണം. എന്നും പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിപാട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് നല്ല ഉഷാറായി 2 കാറുകളായി വലിയ 2 കൊട്ടാരങ്ങളായി ജീവിക്കുക എന്നുള്ളതിനൊന്ന്
അതൊന്ന് ചേഞ്ചസ് ആക്കിക്കൊണ്ട് നമ്മൾ ദുനിയാവ് കുറച്ച് മതി എന്ന് ജീവിക്കുക. അതാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമശമമി വഅക്കദത് സുഹദഹു ഫീഹാ ളറൂറതുഹു ഇന്നല്ലറൂറത ലാ തഅദു അലൽ ലിസമി മൗലായ സല്ലി ബസാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതല്ലേ നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഒരാൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ദുനിയാവിൻ്റെ പൂതിയെ വൈവാക്കുക എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവനിക്ക് 11 അടയാളമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ദുനിയാവ് മെല്ലെ മെല്ലെ വൈവാക്കുക, ദുനിയാവ് കുറച്ച് മതി എന്ന് ചിന്തിക്കുക. അതല്ലേ നമുക്ക് ബഹുമാനപ്പെട്ട മഹാന്മാർ സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ദുനിയാവ് ഒന്ന് വൈവാക്കുക. തീരെ ദുനിയാവ് വേണ്ട എന്നല്ല, ദുനിയാവ് വേണം. പക്ഷേ കൂടുതൽ ദുനിയാവിൻ്റെ പൂതിയായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദുനിയാവും നഷ്ടപ്പെടുന്നത്, ആഖിറം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മഹാന്മാർ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. കാരണം നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കഫൻ ബുടത്തിൽ കീശയില്ലാത്തത് കൊണ്ടല്ലേ ദുനിയാവ് മതി എന്ന് പറയുള്ളത്. കാരണം കഫൻ ബുടക്ക് എവിടെയെങ്കിലും കീശ ഉണ്ടെങ്കിൽ എത്രയോ പൈസയും അല്ലെങ്കിൽ ഫോണുകളും കൊട്ടാരങ്ങളും കൂമ്പാരമുള്ള പനങ്ങളും സ്വർണങ്ങളും കൊണ്ടുപോവായിരുന്നു. അതല്ലേ നമുക്ക് ഏറ്റവും മാതൃകാപരമായി കാണിച്ചു തന്ന ലോകം തന്നെ അടക്കി വരച്ച 4 രാജാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരു അറിയപ്പെട്ട ഒരു രാജാവാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു രാജാവാണ് ഇസ്കന്ദർ രാജാവെന്ന്. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അവിടെ തൻ്റെ ശിഷ്യന്മാരോട്, അവിടുത്തെ അനുയായികളോട് വിളിച്ച് പറയുകയാണ്, ഓ എൻ്റെ അനുയായികളെ, ഓ എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ ഇവിടെ വരൂ, എനിക്കൊരു വസിയത്ത് ചെയ്യാനുണ്ട്, അവസാനത്തെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് ലോകം തന്നെ അടക്കി വരച്ച, ആകെ ഏഷ്യ ഭൂപട്ടമെന്ന് മാത്രമല്ല ലോകം മുഴുവനും അടക്കി വരച്ച 4 രാജാക്കന്മാരെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഇസ്കന്ദർ രാജാവെന്ന്. ആ രാജാവ് മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ അനുയായികൾ വിളിച്ച് അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ ചിന്തിക്കണം, നമ്മൾ അതനുസരിച്ച് ജീവിക്കണം, നമ്മൾക്കെല്ലാവർക്കും ഒരു പാഠം തരാൻ വേണ്ടിയിട്ടാണ് ആ രാജാവ് അന്ന് പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു തരുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ ജനാസ ഖബറിൻ്റെ അടുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ 2 കൈകൾ മയ്യത്ത് കട്ടിലിൻ്റെ പുറത്തിങ്ങനെയാക്കി ഇടണമെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ശിഷ്യന്മാർ, അനുയായികൾ അവിടെ നിന്ന് ചോദിക്കുന്നു, എന്തിനാണ് പുറത്തേക്ക് ഇടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ലോകം അടക്കി വരച്ച വലിയ രാജാവായ ഇസ്കന്ദർ രാജാവ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഖബറിലേക്ക് പോകുന്ന സമയത്ത് ഒരാളും എത്ര പൈസയുണ്ടെങ്കിലും, എത്ര സ്വർണങ്ങളുണ്ടെങ്കിലും, എത്ര ആഡംബരുണ്ടെങ്കിലും ഖബറിലേക്ക് പോകുന്ന സമയത്ത് 3 കഫൻ മാത്രം നമ്മൾ പോകുമെന്ന് ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 2 കൈകളെ പുറത്തിടാൻ വേണ്ടി പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലോകം അടക്കി വരച്ച ഒരു വലിയ രാജാവ് വലിയൊരു മാതൃകാപരമായ ഒരു സ്വഭാവമാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. നമ്മൾ മരണപ്പെട്ടാൽ, നമ്മൾ ഖബറിലേക്ക് വന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ കൈ കാലിയായി ഒന്നുമില്ലാതെ പോവുക എന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടി
വേണ്ടി അവിടുന്ന് ഒരു വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതുമാത്രമല്ല, ഖാലിദ് ബിൻ മഅദിൻ എന്ന വലിയ ഒരു ഹദീസ് പണ്ഡിതൻ ദിവസം 40,000 തസ്ബീഹ് പറയുന്ന ആളായിരുന്നു. 100 1000 ദിവസം ദിനനിത്യം ഒരു ദിവസം മുടങ്ങാതെ 40,000 തസ്ബീഹ് പറയുന്ന വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു ഖാലിദ് ബിൻ മഅദിൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് മരണപ്പെട്ട് ജനാസ മയ്യത്ത് കട്ടിൽ വെച്ചപ്പോൾ തൻ്റെ കൈ ഇങ്ങനെ അണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ആ പറഞ്ഞ തസ്ബീഹിൻ്റെ ഒരു പവറായിട്ട് കൈ ഇങ്ങനെ അണങ്ങുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ കൈ അണങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കീസയിലേക്ക് ഒന്ന് കൈയിട്ട് മൊബൈൽ ഫോൺ എവിടെ, പൈസ എവിടെ എന്ന് ചിന്തിക്കുമായിരുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമശമമി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് 5 പർവ്വതം വന്ന് ചോദിക്കുന്നു, ഓ നബിയേ, ഞങ്ങളൊന്ന് നിങ്ങളുടെ അടുത്ത് പർവ്വതം സ്വർണമായി വരട്ടെ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച സമയത്ത് ഗെറ്റ് ഔട്ട്, വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ജമീനോ ജമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ബനേ ദോ ജഹാൻ തുമാരേ ലിയേ. ഈ ഭൂലോകം തന്നെ വടക്കാൻ കാരണമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. 5 പർവ്വതം വന്ന് അവിടുന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ പർവ്വതം വന്ന് സ്വർണമാവട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് ഗെറ്റ് ഔട്ട്, എനിക്ക് ഒരു പണവും വേണ്ട എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവിടുന്ന് പഠിപ്പിച്ച് തന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. അതനുസരിച്ച് അവിടുന്ന് സ്വഹാബികൾ പഠിപ്പിച്ചു തന്നു, അവിടുന്ന് താബിഈകൾ പഠിപ്പിച്ചു തന്നു. അവിടുന്നാണ് നമുക്ക് ഉലമാകൾ മുഖേന നമുക്ക് എത്തിയത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ധാരാളം സ്വതക്ക കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആഖിറത്ത് രക്ഷപ്പെടാൻ പോവില്ല. ഒരിക്കലും നമുക്ക് വേണ്ടത് ദുനിയാവ് കുറച്ച് മതി എന്നുള്ളതാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ടവരും ഏറ്റവും വിലയുള്ളവരും ഏറ്റവും ടോപ്പുള്ളവരും അത് ബദറിൽപ്പെട്ട സ്വഹാബികളാണ് എന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. ബദറിൽപ്പെട്ട സ്വഹാബികൾ 5 ഇനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ സവാബുള്ളതും ഏറ്റവും വലിയ പോരിശവുമുള്ളതും ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 സ്വഹാബികളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ബദറിൽ ഷഹീദായ 14 ആളുകളും ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. ഹാജികളല്ല, ഒരു പേരും അവർക്കില്ല. കാരണം ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഹിജ്റ 5ലോ 6ലോയാണ്. ആ ബദർ യുദ്ധം നടന്ന് അതിൻ്റെ ശേഷമുള്ള വർഷത്തിലാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അത് മാത്രമല്ല, അവർ ഒരാൾക്ക് പോലും സകാത്ത് കൊടുത്തിട്ടില്ല. നോമ്പോ അതും നോക്കിയിട്ടില്ല. കാരണം നോമ്പ് നിർബന്ധമാകുന്നത് ആ ബദർ യുദ്ധം നടന്ന വർഷത്തിലാണ്. പക്ഷേ അവരുടെ അടുക്കൽ പോയിട്ട് മുൻകർ നക്കീർ അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അവർ അവിടെ നിന്ന് പറയുകയാണ്, ആ റബ്ബ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബദർ യുദ്ധം നടത്തിയത്. അവിടെ നിന്ന് പറയുകയാണ്, വമൻ നബിയുക, നിന്റെ നബി ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബദറിൽ ഷഹീദായ 14 സ്വഹാബികളും അതല്ലാത്ത സ്വഹാബികളും അവിടെ നിന്ന് പറയേണ്ട മറുപടി, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഷഹീദായി പോരാടിയത് എന്ന്. ആ ബദരീങ്ങൾക്ക് അത്തര സവാബ് കിട്ടാൻ, അത്തര പോരിശ കിട്ടാൻ കാരണം എന്ത് എന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു, ഭൂലോകം എനിക്ക് കുറച്ച് മതി എന്ന് ചിന്തിച്ച കാരണത്താൽ അവർക്ക് അത്തരം വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹു കൊടുത്തത് എന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ അടിസ്ഥാനപരമായി
ദുനിയാവിലെ തൊട്ട് ആഖിറത്ത് രക്ഷപ്പെടുത്താനുള്ള മൂന്നാമത്തെ കാര്യമാണ് അയ്യകൂന ഹരീസൻ അല ത്വാഅത്ത്. ഇബാദത്തിനോട് അങ്ങേയറ്റമുള്ള ഒരു ടേസ്റ്റ് വേണം. ഇബാദത്ത് ചെയ്യുമ്പോൾ നല്ല ഒരു ഇഖ്ലാസോട് കൂടെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അതാണ് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ച് തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അവിടുന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു വ്യക്തി ഇബാദത്ത് കൊണ്ടാണ് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടുക എന്താണ് എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് നിസ്കരിച്ചു, ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ളുഹർ നിസ്കരിച്ചു, ഞായറാഴ്ച അസ്ർ നിസ്കരിച്ചു, എന്തോ ഒരു കാരണത്താൽ ആ നിസ്കാരം സ്വീകരിച്ചില്ല എന്ന് കണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. കാരണം നമ്മൾ എന്തു ചെയ്യുന്ന സമയത്തും നല്ല ഇഖ്ലാസോട് കൂടെ, നല്ല ഇൻട്രസ്റ്റോട് കൂടെ, നല്ല മയമായ രീതിയിൽ ചെയ്താൽ മാത്രമാണ് അത് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടുന്ന് സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. സ്വഹാബത്ത് എന്ന് പറയുമ്പോൾ, ഒരു ചെറിയ സുന്നത്ത് എന്ന് പറയുമ്പോൾ അത് വലിയ ഫർളായ നിലക്കുള്ള കണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അതല്ലേ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു ഇജ്അലിൻ നവാഫില കൽ ഫറാഇളി. സ്വഹാബികൾ ഒരു ചെറിയ സുന്നത്തിനെ പോലും അത് ഫർള് പോലെ എന്ന് കരുതി അത് നല്ല ഇഖ്ലാസോട് കൂടെ അത് വേണമെന്നുള്ള രീതിയിൽ അവർ ചെയ്യുമെന്ന് മഹാന്മാർ അവിടെ നിന്ന് ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തവഖാത്തിൽ പറഞ്ഞു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഇന്ന് ളുഹർ നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു, അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് കണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വലത് കാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ചതാണോ, അല്ലെങ്കിൽ പള്ളിയുടെ മടങ്ങി വരുന്ന സമയത്ത് ഇടത് കാലുകൊണ്ട് വെച്ച് വന്നതാണോ, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചെറിയ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യം അള്ളാഹു സ്വീകരിച്ചാൽ, അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത്, ഇബാദത്ത് എടുക്കുന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റോടുകൂടെ അയ്യകൂന ഹരീസൻ അല ത്വാഅത്ത്, നല്ല ടേസ്റ്റോടുകൂടെ, നല്ല ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരിക്കലും ആഖിറത്തെ നഷ്ടപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതുമാത്രമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാങ്കുകാരനായ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഓ ബിലാലെ, നീ എന്നെക്കാളും മുമ്പ് എങ്ങനെയാണ് സ്വർഗത്തേക്ക് എത്തിയത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ വിഷയം പറഞ്ഞ് അതിൻ്റെ ശേഷം വിശദീകരിക്കുകയാണ്. ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആകെ മദീനത്തെ പള്ളിയുടെ ബാങ്കുകാരൻ എന്ന് മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഹബീബായ തങ്ങളെ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി നമ്മളെല്ലാവരും ഓർക്കണം മുഅ്മിനീങ്ങളെ. ആ മറുപടി നമ്മുടെ ജീവിതത്തിൽ പകർത്തണമേ. എന്താണ് അവിടുന്ന് പറയുന്നു? ഓ യാ റസൂലല്ലാഹ്, ഞാൻ എന്നും ദാഇമുൽ ഉളൂ, നിത്യം ഞാൻ ഉളൂ എടുക്കും. എപ്പോൾ ഉളൂ പോയാലും ഞാൻ ഉളൂ എടുക്കും. ആ ഉളൂ എടുത്ത ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ നമുക്ക് ഒരാളും അറിയാതെ നമ്മുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സ്റ്റാഫുകൾ, പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ടീച്ചേഴ്സുമാർ, ഉസ്താദുമാർ, ആരുമുണ്ടെങ്കിലും ഒരാൾക്കും അറിയാത്ത എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അതാണ് നമുക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന, മാതൃകാപരമായി കാണിച്ചു തന്ന ഒരു സ്വഭാവം. ഹബീബ് തങ്ങളെ കൂടെ എന്നും ഉണ്ടായാൽ പോലും
ആ ഒളു എടുക്കുന്നതും ഒളുവിൻ്റെ ശേഷമുള്ള നിസ്കാരവും ഹബീബായ തങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾക്ക് ഒരാൾക്കും അറിയാത്ത നിലക്കുള്ള വലിയ ഒരു സ്വഭാവം, എന്തെങ്കിലും ഒരു ചെറിയ ഇബാദത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിന്റെ നന്മ കാണുമ്പോൾ സന്തോഷിക്കൂല, ഈമാന്റെ അടയാളമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ ചിപ്പിക്കകത്തുള്ള മുത്തിനെ പോലെ ഒരാളും അറിയാതെ നിലക്കുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇബാദത്ത് ദിനേനിത്യ ഒരു ഫാത്തിഹ ഓതുക, അല്ലെങ്കിൽ ദിനേനിത്യ അള്ളാഹുവിൻ്റെ പേരായ അസ്മാഉൽ ഹുസ്ന അങ്ങനെ പതിവാക്കുക, അല്ലെങ്കിൽ ബദറിൽ ഷഹീദായ ആ 313 ആളുകളെ പേരിൽ ബദരീങ്ങളുടെ നാമം പറഞ്ഞ് ദുആ ചെയ്യുക. അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളത് ദിനനിത്യമാക്കുക എന്നുള്ളതാണ് മറ്റൊരു പക്ഷം. മാത്രമല്ല ഇബാദത്തിൽ വളരെ ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞു. മാത്രമല്ല അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, ഇബാദത്തിൽ മാത്രം ടേസ്റ്റ് ഉണ്ടായാൽ പോരാ, ഒരു ഇബാദത്ത് ചെയ്യുമെങ്കിൽ ആ ഇബാദത്ത് ദായിമയാക്കണം. ഇന്ന് ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു, പക്ഷേ നാളെയാകുമ്പോൾ അത് 2 ആകും. 5 ദിവസം വിട്ടാൽ ആ നിസ്കാരം തന്നെ മറന്നു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ളുഹറിൻ്റെ മുമ്പ് 2 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇന്നു മുതൽ മരണം വരെ നമ്മൾ ദായിമയാക്കണം. അല്ലെങ്കിൽ എന്തൊരു ചെറിയ കാരണമാണെങ്കിലും, എന്തൊരു ചെറിയ ഇബാദത്താണെങ്കിലും, എന്തൊരു ചെറിയ നല്ല കാര്യമാണെങ്കിലും അത് നമ്മൾ ദായിമയായി ദിനനിത്യമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് അവിടുന്ന് നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങളുടെ ഭർത്താവായ ലോകത്തിൻ്റെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് ഏതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചോദിച്ച സമയത്ത് അവിടുന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, ഒരു ഇബാദത്ത് ഞങ്ങൾ ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ അത് നമ്മൾ സ്ഥിരമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് എന്നും ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുന്ന് സാധിക്കാൻ കാരണമാകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആലയിലേക്ക് അടുക്കാൻ പറ്റും, അതുപോലെ മലക്കുകളിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം മഹാന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇബാദത്താണെങ്കിൽ പോലും അവർ സ്ഥിരമായി ചെയ്യുന്ന ആളുകളായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരാൾ രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയായിരുന്നു. അതേ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിച്ച സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശദീകരിക്കുകയാണ്, ലോകത്ത് ഏറ്റവും വലിയ മുത്തഖി അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് 3 സ്വഹാബികൾ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹം കൈക്കൂല നബിയെ. രണ്ടാമത്തെ ഒരു സ്വഹാബി വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എന്നും നോമ്പ് നോൽക്കും നബിയെ. മൂന്നാമത്തെ ഒരു സ്വഹാബി വന്ന് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ രാത്രി സ്ഥിരമായി നിസ്കരിക്കും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം മനസ്സിലാക്കി അവിടുത്തെ നിസ്കാരം, അവിടുത്തെ ഇബാദത്ത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സ്വഭാവങ്ങളെ കണ്ടിട്ട് 3 സ്വഹാബികൾ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് ഹബീബായ തങ്ങൾ പറയുന്നു, ഈ ഭൂലോകത്ത് ഏറ്റവും വലിയ മുത്തഖി അത് ഞാനാണ്. ഞാൻ രാത്രി എന്നും നിസ്കരിക്കുന്നില്ല, ചിലപ്പോൾ ഉറങ്ങും. അപ്പോൾ
നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ആളെടുത്ത് പറയുന്നു, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളും ഉണ്ട് എന്ന് അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. 110 സ്പിരിറ്റ് ഉണ്ടാകാൻ പാടില്ല, ഒരു 90 അല്ലെങ്കിൽ ഒരു 100ൻ്റെ താഴെ ഉണ്ടായാൽ മതി എന്ന് നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അത് മാത്രമല്ല, ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു പ്രയാസമുള്ള ഒരു ഇബാദത്താണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. അവിടുന്ന് ഹബീബ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നോമ്പ് എത്ര പെട്ടെന്ന് മുറിക്കുന്നവനാണ് അവനെയാണ് എനിക്ക് ഇഷ്ടം. നോമ്പ് നോക്കുന്ന സമയത്ത് അത്തായം എത്രയാണോ വൈകിട്ടാണോ അത്തായം കഴിക്കുന്നത് അവനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ആഖിറം രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ കാര്യമാണ് ഇബാദത്തിനോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ചെയ്യുന്ന ഇബാദത്ത് അത് ദായിമയാക്കുക എന്നുള്ളതാണ്. ദായിമയാക്കുക എന്ന് പറയുമ്പോൾ ദിനനിത്യം ഖുർആൻ സുബഹിക്ക് ഇരുന്നിട്ട് വൈകുന്നേരം വരെ ഓതുക എന്നുള്ളതല്ല. ഒരു സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ദായിമയാക്കുക. നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം, സൂര്യ ഉദിച്ചതിൻ്റെ ശേഷം നമ്മൾ ജോലിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ദായിമയാക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരു സുന്നത്തിനെ പോലും നമ്മൾ അതൊരു നിസ്സാരപ്പെടുത്താൻ പാടില്ല. അതാണല്ലോ നമുക്ക് മിർക്കാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് മഹാൻ നമുക്ക് പഠിപ്പിച്ച് തരുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് മറ്റൊരാൾക്ക് സ്വപ്നം കാണുകയാണ്. ആ മരണപ്പെട്ട വ്യക്തി സ്വപ്നം കണ്ട ആളെടുത്ത് പറയുകയാണ്, ഓ മനുഷ്യനെ, ഓ എൻ്റെ സുഹൃത്തെ, എൻ്റെ നന്മ തിന്മ തൂക്കിയിട്ടുണ്ട്. അവിടുന്ന് ആ മരണപ്പെട്ട ആള് മറ്റൊരാളടുത്ത് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, എൻ്റെ നന്മ തിന്മ തൂക്കിയിട്ടുണ്ട്, പക്ഷേ തിന്മയുടെ തട്ട് മേലിലാണ് വന്നത്. അപ്പോൾ എനിക്ക് നരകം കണ്ടു. പക്ഷേ ആ സമയത്ത് എന്തോ ഒരു തുണിസഞ്ചിയിൽ വന്ന് അവിടെ നിന്ന് വീഴുകയാണ്. വീണ സമയത്ത് നന്മയുടെ തട്ടിലേക്ക് വീഴുന്ന സമയത്ത് ആ നന്മയുടെ തട്ട് മേലേക്ക് പോവുകയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഞാൻ അറിയുകയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓ ഉമ്മ പെങ്ങന്മാരെ, നമ്മൾ ചിന്തിക്കണം. അതിനുള്ള മറുപടി ആ ഖബറാളി കൊടുത്തത്, ഞാൻ ഒരു മുസ്ലിമിൻ്റെ ഖബറെടുക്കുന്ന സമയത്ത് മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞ് ആ ഒരു മണ്ണിട്ട കാരണം കൊണ്ടാണ് ഞാൻ സ്വർഗത്തേക്ക് പോയത് എന്ന് അവിടുന്ന് നമുക്ക് ഒരു മഹാന്മാർ മിർക്കാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല, ലോകത്തിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് സ്വാഹിബ് സുനൻ അൽ ആലിമുൽ ജലിയ് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. അബൂ ദാവൂദ് എന്ന ദാവൂദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ മഹാൻ എത്രയോ ലക്ഷങ്ങൾ ഹദീസ് മനപ്പാടമുള്ള ഒരു പണ്ഡിതൻ അവിടുന്ന് ഒരു കപ്പലിൽ, ഒരു തോണിയിൽ പോയി കപ്പലിലേക്ക് പോകുന്ന സമയത്ത് ആ തോണിക്കാരടുത്ത് പറയുകയാണ്, ഓ മുഅ്മിനെ, ഓ തോണിക്കാരെ, ഞാൻ ഒന്ന് കപ്പലിലേക്ക് പോകാനുണ്ട്, എന്നെ തോണീനെ കൊണ്ടുപോയിട്ട് നീ അപ്പുറത്തേക്ക് ഒന്ന് ആക്കിത്തരണമെന്ന് പറയുന്നു. അപ്പുറത്ത് എത്തിയതിൻ്റെ ശേഷം വീണ്ടും ആ തോണിക്കാരെ വിളിച്ച് പറയുന്നു, വീണ്ടും എനിക്ക് കരയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തിനാണ് കരയിലേക്ക് എന്ന് പോവുക എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് മഹാൻ അവിടുന്ന് പറയുകയാണ്, ആ കരയുടെ അപ്പുറത്ത് ഒരാൾ തുമ്മിയിട്ടുണ്ട്, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് കേട്ട് എനിക്ക് യർഹമുക്കുമുല്ലാ എന്ന് പറയാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയി അയാൾക്ക് യർഹമുക്കുമുല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം അയാൾ ഒരു പക്ഷേ അയാൾ ദുആ ഇജാബത്ത് ഉണ്ടാകുന്ന ആളാണെങ്കിൽ അയാൾ യഹ്ദീക്കുമുല്ലാ, അല്ലാഹു നിനക്ക് ഹിദായത്ത് ചെയ്യട്ടെ എന്ന് ദ്വാരന്നാൽ എനിക്കത് മതിയല്ലോ എന്ന് ചോദിച്ച് ബഹുമാനപ്പെട്ടവർ കരയിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയാണ്. അതിൻ്റെ ശേഷം കപ്പലിൻ്റെ ആളുകളൊക്കെ അവിടെ നിന്ന് ഉറങ്ങിയ സമയത്ത് അവർക്ക് ഒരു അശരീരവാണി കേൾക്കുകയാണ്. ബുദ്ധിമാനായ അബൂ ദാവൂദ് എന്ന് പറയുന്ന ആള് 1 ദിർഹം കൊണ്ട് സ്വർഗത്തേക്ക് പോയി എന്നുള്ള ഒരു സന്തോഷ വാർത്തം അവർക്ക് കേൾക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ ഒരു ചെറിയ ഒരു കാര്യമാണ് തുമ്മി അൽഹംദുലില്ലാ പറഞ്ഞതിൻ്റെ പകരം യർഹമുക്കുമുല്ലാ എന്ന് പറഞ്ഞാൽ
മറ്റൊരാൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ യഹ്ദീകുമുല്ലാ ഒരു ചെറിയ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ വലിയ 40 എത്രയോ ലക്ഷങ്ങൾ ഹദീസ് മണപ്പാടമുള്ള വലിയ ഇമാമായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ജീവിതത്തിൻ്റെ റൂട്ട് നമ്മൾ അതായി മാറണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവിനെ തൊട്ട് ആഖിറത്തിന് രക്ഷപ്പെടാനുള്ള 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. തങ്ങൾ വരാനായി എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. 4ാമത്തെ കാര്യത്തിൽ പെട്ടതാണ് സ്വാലിഹീങ്ങളെ നന്നായി ഇഷ്ടപ്പെടുക, ധാരാളം സിയാറത്ത് ചെയ്യുക, മഹാന്മാരെ അടുത്ത് പോയി അവരുടെ അടുത്ത് ബറക്കത്തിന് വാങ്ങുക, അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് താമസിച്ച് നിൽക്കുക എന്നുള്ള വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. മുഗ്നിയുടെ ഇബാറത്ത് ശർവാനി എന്ന ഗ്രന്ഥത്തിൽ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സിയാറത്ത് ചെയ്യുക എന്ന് മാത്രമല്ല, സിയാറത്ത് അധികരിപ്പിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമുക്കവിടെ നിന്ന് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാത്രമല്ല റൂഹുൽ ബയാ അവരുടെ റൂഹും നമ്മുടെ റൂഹും ഒരു കണക്ഷനിക്കുള്ള ഒരു കാരണമാകൂ എന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ എത്രയോ സിയാറത്ത് ചെയ്യുന്നവരാണ്, നമ്മൾ എത്രയോ മഹാന്മാരുടെ അടുത്ത് പോവുകയാണ്. പക്ഷേ അവിടെ കൂട്ടത്തിൽ ഒരു ദുആ ഉണ്ടാകും. അതിൻ്റെ ശേഷം നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു രഹസ്യമായ ഒരു ദുആ നമ്മൾ സ്വന്തമായി അവിടെ നിന്ന് ദുആ ചെയ്ത് ഇങ്ങോട്ട് വരണം. കാരണം ആ ഒരു മഹാന്റെ അടുത്ത് പോയാൽ ആ മഹാനും നമ്മളുമായിട്ട് കണക്ഷൻ ഉണ്ടാകും, നല്ല റേഞ്ച് കിട്ടും. കിട്ടിയതിൻ്റെ ശേഷം ആ മഹാൻ ഒരിക്കലും നമ്മളെ കൈവടിയൂല എന്നാണ് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ മക്ക ഫത്ഹിൻ്റെ ദിവസം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വമൻ ദഖലഹു കാന, ഒരാൾ കഅബയുടെ ഉള്ളിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവർ സംരക്ഷിക്കും, അവർക്ക് നല്ല റാഹത്തുണ്ടാകും, സന്തോഷമുണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മഹാന്റെ അടുത്ത് നമ്മൾ ദിനേനിത്യം പോയി സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ അവരും നമ്മൾ ഒരിക്കലും കൈവെടിയൂല എന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരോട് ഹുബ്ബില്ലെങ്കിൽ നമുക്ക് ആഖിറം രക്ഷപ്പെടാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു സാഹിബുൽ ഇൽമ് സാഹിബുൽ കറാമ, വലിയ ഒരു കുതുബാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. ഇൽമിൻ്റെ ജോലിയിൽ ശുഗലായ സമയത്ത് ദിനനിത്യം കിതാബ് ഓതിക്കൊണ്ടിരുന്ന, അതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മനുഷ്യന്മാരല്ലാത്ത മലക്കുകളും ജിന്നുകളും വന്ന് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടിരുന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇൽമിൽ ശുഗലായപ്പോൾ സ്വന്തം കല്യാണം വരെ മറന്നുപോയി എന്നാണ് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. അത് മാത്രമല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു വലിയ മഹാൻ അൽ മൻഹജു ദബിയ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മഹാൻ കല്യാണം കഴിച്ചു. ആദ്യത്തെ രാത്രി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൻ്റെ പുറത്ത് ഒരു കിതാബ് കാണുകയാണ്. കിതാബ് കണ്ട സമയത്ത് കിതാബ് എടുത്ത് അവിടെ നിന്ന് മുതാല ചെയ്തു. ആദ്യ രാത്രി എന്നുള്ളത് മറന്നുപോയി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇബാദത്തോട് രുചി കിട്ടിയാൽ, ഇഷ്ടം കിട്ടിയാൽ, നല്ല മഹബത്ത് കിട്ടിയാൽ നമുക്ക് ഒന്നും വേണ്ടാതെയാകെ പോകും. അതുമാത്രമല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വലിയ പദവി കിട്ടിയ വലിയ പോരിശയുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ നവവി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അവിടുത്തെ കുടുംബക്കാർ വന്ന് ചോദിക്കുകയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പുണ്യം കൈവരിച്ച മഹാനാണ്, വലിയ ഇഷ്ടം സമ്പാദിച്ച മഹാനാണ്. പക്ഷേ നിങ്ങൾ ആഖിറത്തേക്ക് പോയാൽ, സ്വർഗത്തേക്ക് പോകുന്ന ആ വഴിയിൽ നിങ്ങൾ നമ്മളെ കാണുമോ, നമ്മൾ മറക്കുമോ എന്ന് അവിടുന്ന് കുടുംബക്കാർ ചോദിച്ചപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച കിതാബുകളിൽ ഏറ്റവും ഒരു പ്രതീക്ഷമുള്ളൊരു ഇബാറത്താണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. എൻ്റെ
ബന്ധമുള്ള, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ബന്ധമുള്ള ഒരാൾ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ ഒഴിവാക്കി സ്വർഗത്തേക്ക് പോവൂല എന്ന് വലിയ പണ്ഡിതനായ സ്വാഹിബുൽ ഇൽമ്, സ്വാഹിബുൽ കറാമത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, രണ്ടാം ഷാഫി ഇമാം എന്ന് അറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ എന്നും ഒരു ഫാത്തിഹ ഓതാൽ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കോൺടെക്സ്റ്റ് ലിസ്റ്റിൽ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ നമുക്ക് ആഖിറത്തേക്ക് പോകാനുള്ള ഒരു വഴി എളുപ്പമാകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു ആ മഹാന്മാരുടെ പേരിൽ എന്നും ഒരു ഫാത്തിഹ ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നു, ഒന്നാമത്തത് അയ്യംന നഫ്സഹു അനിൽ മആസി, ഒന്ന് തെറ്റുകളെ തൊട്ട് നമ്മുടെ ജീവിതം കാക്കുക. രണ്ടാമത്തെ നമുക്ക് ദുനിയാവ് കുറച്ച് മതി എന്ന് ചിന്തിക്കുക. മൂന്നാമത്തത് ഇബാദത്തിനോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അത് ദായിമയായി ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത് പറഞ്ഞത് നമ്മൾ മഹാന്മാരോട് നല്ല ബന്ധം സ്ഥാപിക്കുക, ധാരാളം സിയാറത്ത് ചെയ്യുക, അധികരിച്ച് സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട അവസാനത്തത് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനത്തെ കാര്യമാണ് ആഖിറം രക്ഷപ്പെടാനുള്ള അഞ്ചാമത്തെ കാര്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഒരു നിസ്സാരമായി കാണുന്ന, അല്ലെങ്കിൽ ആരോ വലിയ വലിയ ഉസ്താദന്മാർ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ ആമീൻ എന്ന് ഒരു നിസ്സാരമായി ദ്വാരക്കുന്ന, ആമീൻ പറയുന്ന ആ ഒരു കാര്യമാണ് ധാരാളം ദുആ ചെയ്യുക, ദുആ അധികരിപ്പിക്കുക. അതല്ലേ ബഹുമാനപ്പെട്ട മഹാന്മാർ ബുജൈരിമി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുന്നത്, ലൈസ ബിദ്വാഇ അയ്യതലഫള, ദുആഇനി വാക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ മുഅ്മിനീങ്ങൾ, അതുപോലെ ഉമ്മ പെങ്ങന്മാർ, ഈ സമയത്ത് നമ്മളൊന്ന് മനസ്സിൽ കരുതിയാൽ മതി, ഞാൻ ഇന്നു മുതൽ നന്നാകും, അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ നല്ല ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിസ്കരിക്കും, ഞാൻ ഇബാദത്ത് ചെയ്യും, ധാരാളം ചെയ്യും എന്ന് കരുതിയാൽ അത് തന്നെയാണ് ദുആ എന്ന് നമുക്ക് മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല, ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് ഉദ്ഉല്ലാഹ വ അൻതും മുഖിനൂൻ. ദുആ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു വന്നത്, നമുക്ക് വേണ്ടത് ദുആ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടുമുള്ള ഒരു പ്രതീക്ഷ വേണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വലിയ തജ്വീദിൻ്റെ ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ജസരി റളിയല്ലാഹു അൻഹു അവിടുന്ന് തൻ്റെ വാപ്പാക്ക് മക്കളില്ലാത്ത സമയത്ത്, എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആ ഇമാം ജസരി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ മക്കത്ത് ഹജ്ജിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് സംസം വെള്ളം കുടിച്ചതിൻ്റെ ശേഷം ദുആ ചെയ്യുകയാണ്, എനിക്ക് ഖുർആൻ അറിയുന്ന, ഖുർആൻ്റെ നിയമങ്ങൾ അറിയുന്ന വലിയ അറിയപ്പെട്ട ഒരു മകനെ തരണമെന്ന് ദുആ ചെയ്തപ്പോൾ അതാണ് ബഹുമാനപ്പെട്ട ഇമാം ജസരി ആയത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുമാത്രമല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ എല്ലാ മജ്ലിസിലേക്ക് പോകുന്ന സമയത്ത് ദുആ ചെയ്തുമായിരുന്നു, എനിക്ക് ഫിഖ് അറിയുന്ന, അതുപോലെ വാളുകാരനായ 2 മക്കളെ തരണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ബഹുമാനപ്പെട്ട ഒന്ന് മുഹമ്മദ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വലിയ ഫിഖ് പണ്ഡിതനായി, രണ്ടാമത്തെ അഹ്മദ് എന്ന് പറയുന്ന ലോകം പ്രശസ്ത വാള് പണ്ഡിതനായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സറിഞ്ഞ് ദുആ എന്നാൽ അല്ലാഹു തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് ഒരു സംശയം വേണ്ട. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒറ്റ ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരെല്ലാം വന്ന് മൂസാ നബിയോട് പറയുകയാണ്, നമ്മൾ മഴയില്ല, വെള്ളമില്ല, ബുദ്ധിമുട്ടുന്നു, കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം എല്ലാവരും ഒരുമിച്ച് കൂട്ടുകയാണ്. കൂട്ടിയിട്ട് അവിടെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, യാ ഓ അള്ളാഹുവേ,
അല്ലാഹുവേ യാ റബ്ബേ മഴയില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്, നമുക്ക് മഴ വർഷിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തപ്പോൾ ഒരുപാട് വട്ടം ദുആ ചെയ്യുന്നു, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. അവിടെ വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഒരു അശരീരവാണി കേൾക്കുകയാണ്, അള്ളാഹുവിൻ്റെ വഹി വരികയാണ്, ഓ മൂസാ നബിയെ, നിങ്ങൾ ദ്വാരന്നാൾ ഞാൻ സ്വീകരിക്കൂല, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ 40 വർഷമായി ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തി ഉള്ളത് കൊണ്ട് ഞാൻ ദ്വാ സ്വീകരിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടതിൻ്റെ ശേഷം മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഓ മനുഷ്യന്മാരെ, ഓ മുഅ്മിനീങ്ങളെ, ഈ കൂട്ടത്തിൽ 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് അവിടെ നിന്ന് മൂസാ നബി കൽപ്പിക്കുകയാണ്. പക്ഷേ ആ ആൾക്ക് പേടിയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ പോയാൽ എല്ലാവരും ഇതിൽ നാണക്കേടാവുമെന്ന് ബേജാറായിക്കൊണ്ട് ആ മനുഷ്യൻ പുറത്തു പോകുന്നില്ല. രണ്ടാമത് വീണ്ടും മൂസാ നബി ദേശത്തോട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മുഅ്മിനീങ്ങളെ, 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ മനുഷ്യൻ ബേജാറായി. 40 വർഷം തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, ആ വ്യക്തി അള്ളാഹുവിലേക്ക് അവിടെ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, ഓ അള്ളാഹുവേ, ഞാൻ ഇന്നു മുതൽ ഞാൻ തെറ്റ് ചെയ്യൂല അള്ളാഹുവേ എന്ന് അവിടെ നിന്ന് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിക്കുകയാണ്. അതിൻ്റെ ശേഷം ധാരാളം മഴ വരികയാണ്. അതിൻ്റെ ശേഷം മൂസാ നബി അവിടെ നിന്ന് ചോദിക്കുന്നു അള്ളാഹുവിനോട്, ഒരാളും പുറത്തു പോയിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് മഴ വർഷിപ്പിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫോറം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്, അവൻ തൗബ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മഴ വർഷിപ്പിച്ചത് എന്ന് മൂസാ നബിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മൂസാ നബി അള്ളാഹുവിനോട് ഒരു ആവശ്യം ചോദിക്കുന്നു, അത് ആരാണ് എന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു മറുപടിയുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും അത് ചിന്തിക്കണം, അത് നമ്മുടെ മനസ്സിലേക്ക് എന്നും ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അവിടെ നിന്ന് അള്ളാഹു കൊടുത്ത മറുപടി, 40 വർഷം തെറ്റ് ചെയ്യുന്ന വ്യക്തി തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോഴും ഞാൻ കാണിക്കൂല, കാരണം അത് എൻ്റെ അടിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി എന്താണൊരു മറുപടി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ ആഖിറം രക്ഷപ്പെടുന്ന 5-ാമത്തെ കാര്യമാണ് നമ്മൾ എന്നും ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷത്തോടെ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ എല്ലാ ദുആ കബൂൽ ചെയ്യും. അള്ളാഹു ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അഅ്മാലുകളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇത് നമ്മൾ പറഞ്ഞത് ജീവിതത്തിൽ അനുസരിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.